എത്രയോ പ്രാവശ്യം ഞാൻ നിന്നിൽ നിന്നകന്നു പോയി, അറിഞ്ഞും അല്ലാതെയും തിന്മകൾ ചെയ്തു പോയി. എങ്കിലും സ്നേഹമതാ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 16-ാം സങ്കീർത്തനം 7-ാം വാക്യം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ദൈവത്തിന് തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത വ്യക്തി എന്ന നിലയിൽ ദൈവിക ആലോചനകൾക്കായി താൻ എല്ലായ്പ്പോഴും തുറന്ന മനസ്സുള്ളവനാണെന്നാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ പറയുവാൻ താൽപ്പര്യപ്പെട്ടത്. അന്ധകാരം നിറഞ്ഞ രാത്രിയുടെ നിശബ്ദതയിലും ഉള്ളം ദൈവശബ്ദത്തിനായി തുറന്നിട്ടതിനാൽ ദൈവശബ്ദം കേൾക്കുവാൻ ദാവീദിന് കഴിഞ്ഞു. ദൈവികമായ കൂട്ടായ്മയിലൂടെ മാത്രമേ ആത്മീക ജ്ഞാനം പ്രാപിക്കുവാൻ കഴിയൂ. രാത്രികാലങ്ങളിൽ ലോകം മയക്കത്തിലാകുമ്പോൾ ദൈവജനം ഉണർന്ന് ദൈവാരാധനയ്ക്കായി കാത്തിരിക്കണം. എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഗത്സമനയിൽ യേശു കർത്താവിന് പറയുവാൻ കഴിഞ്ഞത് പിതാവുമായി ആഴമായ ബന്ധം നിലനിർത്തിയതുകൊണ്ടാണ്. പ്രിയ സ്നേഹിതരെ, ബുദ്ധി ഉപദേശിച്ച് നടത്തേണ്ടുന്ന പാതയിൽ നടത്തുവാൻ കഴിവുള്ളവൻ്റെ അരികിൽ നിന്ന് ആലോചന ലഭിപ്പാൻ രാത്രിയുടെ ഏകാന്തതയിൽ അവനുമായി കൂട്ടായ്മയിലേക്ക് നമുക്കടുത്തു വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീയുമായുള്ള നിരന്തര ബന്ധത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.